നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീഹരെ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം 41-ാമത്തെ അധ്യായം. മധുരാപ്രവേശം ആണ് പറയണത്. അക്രൂരൻ ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ച് കുളത്തുനിന്ന് കയറി വന്നു. പുഴയെന്ന് ഹ്രദം, ഒരു കയം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഏതായാലും നദിയിൽ ആണ് ഈ ഉപസ്ഥാനമൊക്കെ ചെയ്തിട്ട് കയറി വന്നിട്ട് ആ വിഷ്ണുവിനെയാണ് സ്തുതിച്ചത്. അപ്പോൾ വിഷ്ണു സ്വരൂപത്തെ മറച്ചു ഭഗവാൻ. വെള്ളത്തിൽ നിന്നും അക്രൂരൻ പൊന്തി വന്നു. ഉച്ചസന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് ഭഗവാനെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം, ഒരു രോമാഞ്ചം, അങ്ങനെ ആനന്ദക്കണ്ണീര് അനുഭവിച്ചു കൊണ്ട് വരികയാണ്. അപ്പോൾ ഭഗവാൻ ഇത് കണ്ടപ്പോൾ വെള്ളത്തിന് വല്ല തണുപ്പൊക്കെ ഉണ്ടോ എന്ന് കൃഷ്ണൻ്റെ വക ഒരു ചോദ്യം. ഉവ്വ തണുപ്പൊക്കെ ഉണ്ട്, ചൂടുമുണ്ട്. ഭൂമിയിൽ വല്ല അത്ഭുതം മറ്റേ കാണുന്നുണ്ടായോ? അപ്പോൾ അക്രൂരൻ പറഞ്ഞു, അങ്ങ് കാണിക്കുന്നതൊക്കെ അത്ഭുതമാണ്, അങ്ങ് തന്നെ അത്ഭുതമാണ്, അങ്ങയിലല്ലേ ഈ അത്ഭുതമൊക്കെ ഇരിക്കണത്. ഇനി എനിക്കെന്തൊരു അത്ഭുതമാണ് ഈ കാണാനുള്ളത്? അക്രൂരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തേരിൽ കയറി തേര് തെളിച്ചു. അങ്ങനെ വൈകുന്നേരം രാമകൃഷ്ണന്മാർ, അക്രൂരൻ എല്ലാവരും കൂടിയിട്ട് മധുരയിലെത്തി. വലിയൊരു സംഘാണേ. അങ്ങനെ വഴിനീളെ ഈ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ, പൊതുജനങ്ങൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. നന്ദഗോപനും ഗോപന്മാരും അവിടെ അങ്ങോട്ട് എത്തി. അപ്പോൾ കൃഷ്ണൻ വരണേ ഉള്ളൂ. കൃഷ്ണനെ കാത്ത് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു, ഉപവനത്തിലിരുന്നു, നന്ദഗോപുരം ഈ കൂട്ടാളികളൊക്കെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ അവരെത്തി. അപ്പോൾ അക്രൂരൻ തേരുന്നിറങ്ങി കൃഷ്ണനോട് പറഞ്ഞു, നമുക്ക് ഇന്ന് എൻ്റെ ഗൃഹത്തിൽ താമസിക്കാം കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ചെറിയച്ഛൻ അപ്പൻ അങ്ങോട്ട് പോയിക്കോളൂ, പട്ടണത്തിൽ പോയിട്ട് കംസനോട് ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അങ്ങ് ഇന്ന് സ്വന്തം ഗൃഹത്തിൽ കിടന്നോളൂ, ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം, എന്തായാലും കാര്യം നടക്കട്ടെ, ഞങ്ങൾക്ക് എന്തായാലും പട്ടണം കാണണമെന്നൊരു മോഹമുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ ഫ്രീ ആക്കി തരണം. ഓ ശരി, കംസനോട് ഞങ്ങൾ വന്നത് വേണ്ട വിധത്തിൽ തന്നെ പറഞ്ഞോളൂ. വേണ്ട വിധത്തിൽ തന്നെ പറഞ്ഞോളാം. അങ്ങനെ രാമകൃഷ്ണ, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുത് കേട്ടോ. അക്രൂരൻ അപ്പോഴും ഒരു ചെറിയൊരു സ്തുതിയൊക്കെ ഉണ്ടായി. നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം, എനിക്ക് അങ്ങയുടെ രേണുക്കൾ, പാദധൂളി എനിക്ക് വേണം, എൻ്റെ ഗൃഹം പാവനമാക്കണം, പിതൃക്കൾ, ദേവന്മാർ അവരൊക്കെ സന്തോഷിക്കണം, പാദതീർത്ഥം അത് എനിക്ക് ധരിക്കണം, ബലി, ശിവൻ ഇവരൊക്കെ പാദതീർത്ഥം കൊണ്ടാണ് ശുദ്ധരായത്, അവർ ആ സ്ഥാനത്തേക്ക് അർഹത നേടിയത് ഈ പാദതീർത്ഥം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അതിനുള്ള അർഹതയൊക്കെ എനിക്കും തരണം. ഈ 14 ലോകവും ഗംഗ എന്ന പേരിൽ ഭഗവാന്റെ പാദതീർത്ഥമാണല്ലോ എത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ പാദതീർത്ഥവും അതേപോലെ ഭഗവാന്റെ ഈ ലീലകളാകുന്ന കഥകളും ആരാണോ അത് വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നത്, അത് പ്രയോഗിക്കുന്നത്, അവർക്ക് എല്ലാ പുണ്യവും കിട്ടും, ഇഹ സുഖവും കിട്ടും, മുക്തിയും കിട്ടും. ആ നാരായണന് നമസ്കാരം. ഇപ്പോൾ ഭഗവാനെ നന്നായിട്ട് തന്നെ നമസ്കരിക്കുകയാണ്. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്തുതിയാണ് ആ സമയത്ത്. ഉത്തമ ശ്ലോക നാരായണ നമോസ്തുതേ, അങ്ങനെയാണ്. എല്ലാം കേൾക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം, ഇങ്ങനെയാണ്. അപ്പോൾ വന്ന കാര്യം സാധിച്ച് ഞങ്ങൾ വന്നോളാട്ടോ അക്രൂരപ്പ, അങ്ങനെ പോയിക്കോളൂ. ഇങ്ങനെ കൃഷ്ണൻ്റെ അനുവാദം കിട്ടി. കംസനോടൊക്കെ കാര്യം പറഞ്ഞു. രാമകൃഷ്ണന്മാർ ഈ അക്രൂരൻ പോയതിൻ്റെ ശേഷം കൂട്ടുകാരുടെ ഒപ്പം അവരെല്ലാവരും കൂടിയിട്ട് പട്ടണം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ ഈ കംസൻ്റെ അല്ലെങ്കിൽ മധുര പട്ടണം, അതിലെ കൊട്ടാരങ്ങൾ, അതൊക്കെ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നും കണ്ടിട്ടുമില്ല കൃഷ്ണനൊന്നും. സ്ഫടികം പതിച്ചതായിട്ടുള്ള ഗോപുരങ്ങൾ, സ്വർണ്ണവാതിൽ, ചെമ്പ് കൊണ്ടുള്ള മതിലുകൾ, കിടങ്ങ്, ഉദ്യാനം, പ്രത്യേകമായിട്ടുള്ള ചില പൂച്ചെടികൾ, അതിവിശിഷ്ടമായിട്ടുള്ളത് വൃക്ഷങ്ങൾ, ധാരാളം പഴങ്ങൾ,
അതുപോലെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള രാജപാത, വിസ്തൃതമായിട്ടുള്ള അങ്ങാടി, അക്ഷതങ്ങളൊക്കെ വിതറിയിട്ട് അലങ്കാരങ്ങൾ, തോരണങ്ങൾ, കൊടിക്കൂറുകൾ, കൊലവാഴ, ഇങ്ങനെ ധാരാളം അലങ്കാരങ്ങൾ. അതേപോലെ വീടിൻ്റെ ഉമ്മർത്തൊക്കെ നിലവിളക്ക് കൊളുത്തി വെച്ച അണിഞ്ഞ് നമ്മൾ ഈ അരിപ്പൊടി കൊണ്ട് അണിഞ്ഞിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ, കോലം വരച്ചിട്ട് അങ്ങനെയുള്ള അതേപോലെ പൂർണ്ണ കുംഭങ്ങൾ വെച്ചിട്ടുണ്ട് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അത്ഭുതമാണ്. ഇത് അക്രൂരൻ തന്നെ വിചാരിച്ചിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് അവിടെ ഈ ജനങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാവുകയാണ്. ഇത് കംസന്റെ ആജ്ഞയല്ല. അവരവരുടെ വീടുകളിൽ കൃഷ്ണനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ബാലലീല മുഴുവൻ 11 കൊല്ലം കേട്ടറിഞ്ഞിട്ടുള്ള മധുരാമണ്ഡലത്തിലെ സാധാരണക്കാരാണ് ഇങ്ങനെയൊക്കെ സ്വീകരിക്കുന്നത്. ദേവനെ സ്വീകരിക്കുന്ന മട്ടാണ് കൃഷ്ണനെ എല്ലാവരും സ്വീകരിച്ചത്. കാണാനുള്ള തിക്കും തിരക്കും, ജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, അവരൊക്കെ ശരീരം പോലും മറന്നിട്ട് ഈ ഗോപികൾ എപ്രകാരത്തിലാണോ രാസക്രീഡയ്ക്ക് പോയത് ആ പോലെയാണ്. ആടയാഭരണങ്ങളൊക്കെ ഇട്ടപ്പോൾ സ്ഥാനം മാറി മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാണാനുള്ള ധൃതി കൊണ്ട് കുളി ഗുണ കാര്യങ്ങളൊക്കെ ലേശം വേണ്ടതി ആയിട്ടില്ല എന്നുള്ള ഉറപ്പ്. ഏതായാലും കുട്ടികൾക്ക് മുല കൊടുക്കലടക്കം വേണ്ടാന്ന് വെച്ചിട്ട് കൃഷ്ണനെ കാണാൻ വേണ്ടി വന്നവരും അതിലുണ്ട്. എല്ലാവരും രാമകൃഷ്ണന്മാരെ പൂജിച്ചു. ക്രമേണ കൃഷ്ണൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ പട്ടണം കണ്ട് നടക്കുകയാണ്. ആ സമയത്താണ് ഈ രജകൻ അവിടെ എത്തണത്. അപ്പോൾ അനവധി ആൾക്കാരുണ്ട് കൂടെ. ഭാണ്ഡ കെട്ടുകളുണ്ട്. തുണി അലക്കിയിട്ട് പുത്തൻ തുണികളാവാം, മറ്റേ തുണി അലക്കിയതാവാം, പലതുമുണ്ട്. എന്തായാലും അങ്ങനത്താണ്, സ്വതേ അലക്കുകാരെന്നാണ് പറയുക. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് വരുമ്പോൾ നല്ല ധിക്കാരിയായിട്ടാട്ടോ വരവ്. അല്ലെങ്കിൽ തന്നെ കൊമ്പം വീശിയും ഇങ്ങനെയൊക്കെ ഒരു മട്ടാണ്. ഏതായാലും കൃഷ്ണൻ ആ അലക്കുകാരനോട് ചോദിച്ചു. അലക്കുകാരൻ്റെ ജാതകം വായിച്ചു. അലക്കുകാരാ എന്ന് തന്നെ വിളിച്ചത്. ഞങ്ങൾക്ക് ഇടാൻ പാകത്തിലുള്ള വസ്ത്രം തരൂ, ഞങ്ങൾക്ക് വസ്ത്രം തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ വളരെയധികം ആക്ഷേപിച്ചിട്ട് ആ കാര്യം തന്നെ പറഞ്ഞത്. കാടന്മാർ, വനവാസികൾ, ഈ ഗോപാലകന്മാർ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല ഈ വസ്ത്രം. ഇത് രാജകീയ വസ്ത്രമാണ്. ഇത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രാജഭടന്മാർ അറിഞ്ഞാൽ നിങ്ങളെ ശിക്ഷിക്കും. ഞാൻ തന്നെ മതി ശിക്ഷിക്കാൻ എന്നാലും. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, കൊടുത്തില്ല. അധിക്ഷേപിച്ച വാക്കുകൾ കേട്ടു. അപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യ് നല്ല ഉയരണ്ട് ഈ രചകൻ, ഒത്തിരി അകലാണ് നിൽക്കണതും. അപ്പോൾ ഭഗവാന്റെ തൃക്കൈ ഒന്നാട് നീണ്ടു. ഈ വേറൊരു അഡീഷണൽ തോട്ടി വേണ്ട. ഈ കൈ ഒന്നങ്ങോട്ട് നീണ്ടു, നഖം ഒന്നങ്ങോട്ട് കൂർപ്പിച്ചു. നരസിംഹത്തിൻ്റെ നഖെടുത്തു എന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഒരേറ്റാണ്, ഒരു നുള്ളലോ ഒരേറ്റലോ, എന്തായാലും ഈ തളിരില നുള്ളുന്നത് പോലെ ലാഘവത്തോട് കൂടിയിട്ട് ആ രജകൻ്റെ ശിരസ് തെറിച്ചു പോയി. അതോട് കൂടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് ഓടി ഭാണ്ഡക്കെട്ടൊക്കെ അവിടെ ഇട്ടു. അപ്പോൾ ഭാണ്ഡം കൃഷ്ണനും രാമനും കൂട്ടുകാരും എല്ലാവരും അഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അഴിച്ചു നോക്കിയപ്പോൾ വലിയ ഡ്രസ്സുകളാണ്. ചെറുതല്ല, രാജകീയല്ലേ. മാത്രമല്ല അവരൊക്കെ വലിയ ആൾക്കാരുമാണ്. ഇവർക്ക് കുട്ടികൾക്ക് പാകാവില്ല, അത്ര വലിയ ഡ്രസ്സുകളാണ്. കൃഷ്ണൻ മഞ്ഞപ്പെട്ടോണ്ടുള്ളത്, മറ്റേ ഉത്തരീയം ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു. അതേപോലെ ബലരാമൻ നീലപ്പെട്ട ഉത്തരീയം ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു. ഗോപന്മാർ അവരവർക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ എടുത്തു. അപ്പോൾ ഇതൊന്നും പാകമില്ലാത്തതുകൊണ്ട് തുന്നൽക്കാരുടെ അടുത്ത് അവിടെ ചെന്നിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് പാകാക്കി തരുമോ എന്ന് ചോദിച്ചു. അനവധി ഉടുപ്പുകളുണ്ട്, ഇതിപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചില്ല. ഏതായാലും കളർ സെലക്ഷൻ തുന്നൽക്കാരൻ നന്നായിട്ട്, അതേപോലെ അളവെടുത്ത് നല്ല പാകമായിട്ട് കൃഷ്ണനും രാമനും അത് തുന്നി കൊടുത്തു. ആ തുന്നൽക്കാരൻ്റെ ഈ സേവനം, പരിചരണം, അത് കൃഷ്ണന് വളരെ ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് പല തരത്തിലുള്ള ഉടുപ്പുകൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ ആയുസ്, കൂടുതൽ ആരോഗ്യം, ധനം ഇങ്ങനെയൊക്കെ നൽകി ഈ മുക്തി കൊടുത്തു എന്നർത്ഥം. എന്നുവെച്ചാൽ അതായത് അപ്പം മരിക്കല്ല, ശരീരം ഉപേക്ഷിക്കണ്ട. ശരീരം ഉപേക്ഷിക്കൽ അനവധി കാലം കഴിഞ്ഞിട്ടാണ്, കൃഷ്ണൻ പോണ വരെയുള്ള ആയുസ്. അതേപോലെ പിന്നീട് നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെയുള്ള മുക്തിയാണ് കൊടുത്തത്. അതിനുശേഷം സുദാമാവിൻ്റെ ഗൃഹത്തിലെത്തി. അവിടെ മാലാകാർ നല്ല നല്ല മാലകൾ ധാരാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ കഴുത്തിലിട്ട് അണിഞ്ഞ് വളരെ മാലാകാരൻ നല്ലോണം മാലയൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച് നമസ്കരിച്ചു. അപ്പോൾ കൃഷ്ണൻ അനുഗ്രഹിച്ചു.
പ്രത്യേകമായിട്ടുള്ള പീഠം, മറ്റേ പൂജ, അർഘ്യപാദ്യങ്ങൾ, മറ്റേ ആഹാരങ്ങൾ, താമ്പൂലം ഇങ്ങനെയൊക്കെ കൊടുത്ത് വിസ്തരിച്ചുള്ളതാണ് കേട്ടോ. അവിടെ മാലാകാരൻ്റെ കുറച്ചധികം പറയുന്നുണ്ട്. എൻ്റെ ജന്മം സഫലമായി നല്ലോണം സ്തുതിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പ്രത്യേകമായിട്ടുള്ള ചില പൂജകളൊക്കെ ചെയ്തു. ദേവ ഋഷി പിതൃക്കളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങയുടെ ഈ പാദസ്പർശം കൊണ്ട് തൃപ്തമായിരിക്കുന്നു. ജഗത്തിൻ്റെ കാരണന്മാരായിട്ടുള്ള നിങ്ങൾ ശരിക്കും ഈശ്വരനായിട്ട് കണ്ടുകൊണ്ടാണ് രാമനെയും കൃഷ്ണനെയും പൂജിക്കുന്നത്. ഈ ലോകരക്ഷയ്ക്കാണല്ലോ അങ്ങ് അവതരിച്ചത്. അങ്ങക്ക് ഇതൊന്നുമില്ലല്ലോ. ഞങ്ങളൊക്കെ അങ്ങയുടെ ദാസന്മാരല്ലേ. ഞാൻ ദാസൻ്റെ ദാസനാവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത്? ഇപ്പോൾ തുന്നി കൊടുക്കുക മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. അതുപോലെ മാല ഉണ്ടാക്കി കൊടുക്കുക അത്രേ വേണ്ടൂ എന്നൊക്കെ അനവധി നല്ല കാര്യങ്ങളെ പറഞ്ഞ് സ്തുതിക്കുകയും ചെയ്തു. ആവശ്യത്തെ ചോദിച്ച് മനസ്സിലാക്കി ധാരാളം മാലകളൊക്കെ വീണ്ടും എല്ലാ ദിവസവും ഇനി അത് കൊടുക്കുമെന്ന് സാരം. അങ്ങനെ ഒരു മട്ടാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്താ വരം വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഭഗവാനിൽ ഭക്തി മാത്രമേ വേണ്ടൂ. സത്സംഗം കിട്ടണം. എല്ലാവരോടും ദയയോട് കൂടിയിട്ട് പെരുമാറാൻ സാധിക്കണം. ഇത് വരമായിട്ട് ചോദിച്ചു. അതൊക്കെ കൊടുത്തു. സമ്പത്ത് കൊടുത്തു, ആയുസ് കൊടുത്തു, ബലം കൊടുത്തു, മുക്തി കൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെ മുക്തി ഇനി ഒടുക്കെ ഭഗവാൻ യാത്രയായതിൻ്റെ ശേഷമേ ഉള്ളൂ എന്നർത്ഥം. അത്രയുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്താണ് സൈരന്ധ്രി, 3 കൂനുള്ള ഒരു കുബ്ജ. അമ്മ പോലും കൂനി എന്നാ വിളിക്കുക. അങ്ങനെ മനസ്സ് വളരെ സുന്ദരമാണ്. പക്ഷേ കൂന് കാരണം കൊണ്ട് എല്ലാവരും കളിയാക്കുകയും ചെയ്യും. അങ്ങനെയാണ്. എന്നാൽ അവർക്ക് അത് അത്ര സാരമില്ല ഇനി, കാരണം ഇത് ശീലായി. അങ്ങനെ കുറിക്കോട്ട് കംസൻ്റെ കൊട്ടാരത്തിലേക്ക് നല്ല കുറിക്കോട്ടാ, നല്ല വാസനയും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു കൂട്ട് വളരെ ഭംഗിയാണ്. അങ്ങനെ കുറിക്കോട്ട് നൽകുന്ന ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെന്നാണ് കൃഷ്ണൻ കുറിക്കൂട്ടുകാരി കൂനിയെ കണ്ടിട്ട് എല്ലാവരും കളിയൊക്കെ മതി സുന്ദരി എന്ന് വിളിച്ചു. സാധാരണ സുന്ദരി എന്ന് ആരെങ്കിലും വിളിക്കുക വെച്ചാൽ കളിയാക്കിയിട്ടാണ് വിളിക്കുക. ആരടാ എന്നെ കളിയാക്കട എന്ന് ചോദിക്കുകയും ചെയ്യും. അതിന് മടിയില്ല അതിന്. അങ്ങനെ ഒരു വട്ടാ. അപ്പോൾ സുന്ദരി എന്ന് വിളിച്ചത് ശരിക്കും അതിൻ്റെ അർത്ഥം സുന്ദരി എന്ന് തന്നെയാണ്, അല്ലാണ്ട് കളിയാക്കലല്ല എന്ന് മനസ്സിലായി. കൃഷ്ണൻ അപ്പോൾ പറഞ്ഞു, കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, നോക്കിയിട്ടൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കിയിട്ടില്ല, അങ്ങോട്ട് കാണുന്നുണ്ട്. സുന്ദരി എനിക്കും കുറിക്കൂട്ട് തരുമോ? ഇത് ചോദിച്ചപ്പോളേ നിനക്ക് നല്ലത് വരും എന്നൊക്കെയാണേ. അപ്പോൾ തിരിഞ്ഞപ്പോൾ ആരാത്? എന്നെ ഇങ്ങനെ സുന്ദരി എന്ന് വിളിക്കുന്നത് ആര്? നല്ലോണം നോക്കി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾക്കും തരുമോ ഈ കുറിക്കൂട്ടുകൾ? അപ്പോൾ കുബ്ജ പറഞ്ഞു, സുന്ദര, അങ്ങ് വളരെ സുന്ദരനാണ്. എന്തിനാ എന്നെ സുന്ദരി എന്ന് വിളിക്കുന്നത്? എനിക്ക് സൗന്ദര്യം ഇല്ലല്ലോ. എൻ്റെ അമ്മ പോലും എന്നെ കുബ്ജ, കൂനി എന്നൊക്കെയാണ് വിളിക്കുക. ഞാൻ എല്ലാവർക്കും ദാസി ആണ്. അപ്പോൾ ത്രിവക്ര എന്നാണ് എൻ്റെ പേര്. നിങ്ങൾക്ക് സുന്ദരന്മാരായിട്ടുള്ള നിങ്ങൾക്ക് കുറിക്കൂട്ട് തന്നിട്ടില്ല വെച്ചാൽ പിന്നെ എൻ്റെ ജീവിതം എന്തിനാ? ഞാൻ നിങ്ങൾക്ക് നല്ലത് തന്നോളാം. ഞാൻ തന്നെ അണിയിക്കട്ടെ, കുറി തൊടിയിക്കട്ടെ. ഓ, തൊടിച്ചോളൂ. കൃഷ്ണന് സന്തോഷമായി. അപ്പോൾ ധാരാളം കുറിക്കൂട്ടുകൾ വിവിധങ്ങളായിട്ടുള്ളത്. ഈ കൃഷ്ണൻ കറുപ്പാണ്, രാമൻ നീലയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കളറുകൾ ചേർത്ത് ഭംഗിയാക്കുക. ചിലർ കുറിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ചിലർ കുറിയൊക്കെ ഇടും, പക്ഷെ അത് ഭംഗിയൊന്നും ഉണ്ടാവില്ല. ആ ശരീരത്തിനോ മുഖത്തിനോ സൗന്ദര്യം ഉണ്ടെച്ചാൽ അത് കുഴപ്പമുണ്ടാവില്ല. അതല്ല വെച്ചാൽ ചിലപ്പോൾ അത് അത്ര ശോഭയായിട്ട് തോന്നില്ല. എന്നാലും ശരി, ചന്ദനക്കുരി എങ്ങനെ തൊട്ടാലും അതിനൊരു സൗന്ദര്യം വേറെ ഉണ്ട്. ഇനി ഈ കുബ്ജ കുറി തൊട്ടപ്പോൾ ആ കുറി വല്ലാത്തൊരു അലങ്കാരമായിട്ട് മാറി കൃഷ്ണൻ എന്നാണ്. അത്ര നന്നായിട്ട് സ്വീകരിച്ചു, നന്നായിട്ടാണ് കൊടുത്തതും. അതുകൊണ്ട് രണ്ടുപേർക്കും സന്തോഷമായി. അപ്പോൾ കൃഷ്ണൻ കുബ്ജയുടെ ഈ സൗന്ദര്യം ഇപ്പം ഇല്ലല്ലോ അതിന്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിച്ചു. കാലിൻ്റെ മുകളിൽ, തള്ളവരലിൻ്റെ മുകളിൽ കൃഷ്ണൻ അങ്ങോട്ട് ചവിട്ടി നിന്നു. കുബ്ജയുടെ കാലിൻ്റെ തള്ളവരലിൻ്റെ മുകളിൽ 2 തള്ളവരലും കൊണ്ട് ചവിട്ടി നിന്നു. എന്നിട്ട് 2 വിരലുകൊണ്ട് താടി പിടിച്ചിട്ട് അങ്ങോട്ട് മുകളിലേക്ക് ഒരു വലിയ, അതോട് കൂടിയിട്ട് ഈ എല്ലൊക്കെ അങ്ങോട്ട് നിവർന്നു, നട്ടെല്ല് നിവർന്നു. മറ്റേ ശരീരം നല്ല ഒത്ത ശരീരമായിട്ട് മാറി. മാത്രമല്ല അത് നിവർന്നത് കൊണ്ട് ഭംഗി വളരെ കൂടുതലാണ്. ആന്തരികമായിട്ടുള്ള ഈ മനസ്സിൻ്റെ സൗന്ദര്യം, ജീവൻ്റെ സൗന്ദര്യം അത് വളരെ കൂടുതലായതുകൊണ്ട് അത് കൃഷ്ണൻ്റെ സ്പർശം കൂടിയായപ്പോൾ ശരീരവും സൗന്ദര്യമായപ്പോൾ അതീവ സുന്ദരിയായിട്ടാണ് മാറി. കുബ്ജ സ്വയം ഒന്ന് നോക്കി, തനിക്ക് ഇത്രയൊക്കെ സൗന്ദര്യം ഉണ്ടോ? അപ്പോൾ കുബ്ജ പറഞ്ഞു, കൃഷ്ണ, എൻ്റെ ഗൃഹത്തിലേക്ക് പോകാം, നമുക്ക് മതി. എന്താ ഇവിടേക്കാതെ, എന്തിനാത്? അല്ല, നമുക്ക് കല്യാണം കഴിക്കാം.
ഞാൻ എന്നാ പിന്നെ വന്നോളാം, കാര്യം നടത്തി തരാട്ടോ. അനുഗ്രഹിച്ചു. ഇപ്പോൾ ഒരു ഉദ്ദേശത്തിനല്ലേ വന്നത്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തു. എന്നും എൻ്റെ സ്മരണ. കുബ്ജ അതുപോലെ തന്നെയാണ് സ്വീകരിച്ചത്. എന്നും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഭഗവാനെ ഭർത്താവായിട്ട് കണ്ടുകൊണ്ട്, ജാരബുദ്ധിയുടെ വിഷയമില്ല, കാരണം വേറെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഭഗവാനെ ഭർത്താവായിട്ട് കണ്ടുകൊണ്ട് സ്വീകരിച്ചു. പ്രായത്തിനൊക്കെ കുറേ വ്യത്യാസമുണ്ട്. ഭഗവാന് കാലദേശാവധിയിൽ നിർമുക്തമായതുകൊണ്ട് അത് വിഷയമല്ല. ബലരാമന് രേവതിയെ കല്യാണം കഴിക്കാൻ പോലെയാണ്. യുഗാന്തരം വ്യത്യാസമുണ്ട് പ്രായം കൊണ്ടേ. എന്ന കൂട്ടത്തിൽ ഈ കുബ്ജയ്ക്ക് പ്രായം വ്യത്യാസമില്ല, ആ പ്രശ്നമില്ല. പ്രായം കൂടുതലുണ്ടെങ്കിലും അത് വിഷയമല്ല. അപ്പോൾ കുബ്ജ സുന്ദരിയായിട്ട് എന്നും കൃഷ്ണനെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരുന്നു. കിടക്കുക, സുഖമായിട്ട് ഇരിക്കുക, വൃത്തിയായിട്ട് ഇരിക്കുക, അങ്ങനെ ഒക്കെ പുത്തൻ ഉടുപ്പ് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ധനത്തിന് ക്ഷാമില്ല, ഒന്നിനും ക്ഷാമില്ല. പിന്നെ കൃഷ്ണൻ്റെ സ്പർശമാണ് കാരണേ. പിന്നെ വരാം എന്ന് പറഞ്ഞ് യാത്രയാക്കി. രാമകൃഷ്ണന്മാർ വീണ്ടും അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ വില്ല് പൂജിച്ച് വെച്ചിട്ടുണ്ട്, ആ ധനുർയാഗം ചെയ്യാനുള്ളത്. ആ യാഗശാലയിലെത്തി. അപ്പോൾ അവിടെ ഇന്ദ്രധനുസ്, അത് ഇന്ദ്രധനുസ്സാണ്, ശിവധനുസ് എന്ന് പറയേണ്ടത്. ഏതായാലും ഇന്ദ്രധനുസ്സാണ് സ്വതേ. അത് എങ്ങനെയായാലും അവിടേക്ക് പ്രത്യേകമായിട്ടുള്ള കാവൽക്കാര് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കടക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഭഗവാനൊന്നും കണക്കാക്കിയില്ല. ഒന്നും കണക്കാക്കിയില്ല. വേഗം അങ്ങോട്ട് ചെന്നു, അകത്തേക്ക് കടന്നു, മറ്റേ വില്ലെടുത്തു. അപ്പോഴേക്കും ആൾക്കാർ തുടരുതെന്നൊക്കെ പറഞ്ഞു. വില്ല് ഞാൻ കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ചോ നിശ്ചല്ല. അപ്പോഴേക്കും വില്ല് പൊട്ടി. ഭഗവാന്റെയാണ് കയ്യേ. ഈ കാളക്കോറ്റിനെയും ഈ വലിയ കുതിരയും അങ്ങനെ പലതും പല അസുരന്മാരും വന്നിട്ടേ ആകാശത്ത് വെച്ചിട്ടും വാദം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മുക്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭഗവാൻ ഈ വില്ല് നിസ്സാരാണ്. എത്ര വലിയ വില്ലായാലും 5000 ആൾക്കാർ ഏറിച്ചാലും ഇവിടെ വിഷയമല്ല. ഏതായാലും വില്ല് പൊട്ടി. ആന കരിമ്പൊടിച്ച പോലെ, അത്രയേ ഉള്ളൂ. അത്ര നിസ്സാരമായിരുന്നു ആ വില്ല് പൊട്ടിക്കലേ. അതോട് കൂടിയിട്ട് ശബ്ദം ഉണ്ടായി എന്നാ. ചെറിയ ശബ്ദമല്ല കേട്ടോ. പ്രപഞ്ചം കിടുങ്ങി, ഭൂമി കുലുങ്ങി, മറ്റേ പർവ്വതം ഇളകി തറങ്ങി. പറന്നില്ലായിരിക്കും. സമുദ്രം ഒന്നിച്ച് ക്ഷോഭിച്ചു. കരയിലേക്ക് ഒരുമിച്ച് സുനാമി ഒന്നിച്ച് കയറി. കംസൻ ഞെട്ടി പറിച്ചു. തൻ്റെ അന്തകൻ വന്നു. കൃഷ്ണൻ വന്നു എന്നുള്ള വരെ കിട്ടിയിട്ടുണ്ടല്ലേ ഏട്ടല്ല കേട്ടോ. പക്ഷെ തൻ്റെ അന്തകൻ വന്നു എന്ന് ഈ വെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അത് മനസ്സിലായി. അപ്പോഴേക്കും കാവൽക്കാരൊക്കെ വന്നു. പിടിക്കാനും കെട്ടാനും ഒക്കെ ശ്രമമായി. കംസൻ്റെ ആജ്ഞയുണ്ട്. അപ്പോൾ വില്ലിൻ്റെ കഷ്ണം ഒന്ന് ഏട്ടന് കൊടുത്തു, ഒന്ന് താനും കൊടുത്തു. ഈ തടുക്കാൻ വന്നവരെ, കടക്കരുതെന്ന് പറഞ്ഞവരെ, തൊടരുത് പറഞ്ഞവരെ ഒക്കെ തച്ചു വന്നു. തലയ്ക്ക് ഓരോ കിഴുക്ക് ഒക്കെ തലയോട് പൊട്ടി എല്ലാവരും മരിച്ചു. അവർക്കൊക്കെ മുക്തിയായി. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പട്ടണവാസികൾക്ക് ഇവർ ദേവന്മാർ തന്നെയാണ്. അപ്പോഴേക്കും ഇങ്ങനെ ഒന്നിച്ച് അടിച്ചാർത്ത് വരിക കേട്ടോ ജനങ്ങളെ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. കൃഷ്ണൻ അപ്പോഴേക്കിങ്ങനെ സന്ധ്യാവാറായി. ആ സന്ധ്യാശോഭയിൽ കൃഷ്ണൻ രാമനെയും കണ്ടപ്പോൾ അവരുടെ എത്രയാ ഈ മഹത്വം എന്നുള്ളത് മനസ്സില്ല. ശരിക്കും ഈശ്വരൻ തന്നെ. ഇനി ക്ഷേത്രത്തിൽ പോകണ്ട, ഇവരെ കണ്ടാൽ മതി, അവർ ഉറപ്പിച്ചു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നന്ദഗോപരുടെ അടുത്തെത്തി. അപ്പോൾ നന്ദഗോപർക്ക് താമസിക്കാൻ പ്രത്യേക സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം അതിനൊക്കെ ചില വിധികളുണ്ട്. കാരണം ഗോരസം കൊണ്ടുവന്നുള്ള ആളല്ലേ. പിന്നെ പല ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ആ ഒരു താമസ സ്ഥലം കാര്യങ്ങളൊക്കെ അവിടേക്ക് എല്ലാവരും കൂടിയിട്ട് എത്തി. അതിൻ്റെ കുളി തേവാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പാൽച്ചോറൊക്കെ കൊണ്ടു അന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. കംസൻ ഈ വില്ല് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഉറക്കം എന്നുള്ളത് സ്മരണ പോലും ഉണ്ടായിട്ടില്ല. നാളെ മരിക്കാറായി, അല്ലെങ്കിൽ മറ്റന്നാൾ മരിക്കാറായി, നാളെയാണ് മരിക്കുക. അപ്പോൾ കംസൻ ഭയന്നു. അപ്പോൾ പിന്നെ ഉറക്കത്തിൻ്റെ വിഷയമില്ലല്ലോ. ദുർനിമിത്തങ്ങൾ ധാരാളമായിട്ട് കണ്ടു. കണ്ണാടി നോക്കി സൗന്ദര്യം എത്ര ഉണ്ടെന്ന് നോക്കിയതാ. മുഖ സൗന്ദര്യം നോക്കാൻ വേണ്ടിയിട്ട് കണ്ണാടി നോക്കിയപ്പോൾ തല കാണാനില്ല. മുഖം കാണച്ചാൽ തല കാണണ്ടേ, ഉടലിന് മീത തല കാണാനില്ല കണ്ണാടിയിലെ. ആകെ പേടിച്ചു കേട്ടോ പാവം. നക്ഷത്രങ്ങള്, ചന്ദ്രൻ ഒക്കെ രണ്ടായിട്ട് തോന്നുക. 2 ചന്ദ്രൻ. എന്താ അത്? നക്ഷത്രങ്ങൾ പിന്നെ പോട്ടെ, അനവധിയുണ്ട്. 2 ചന്ദ്രൻ രാത്രിയിൽ. ഇതെന്താ? കണ്ണിന് കുഴപ്പമൊന്നുമില്ല, കണ്ണൊക്കെ തിരിഞ്ഞു നോക്കി. എന്നാൽ ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണാണ് നോക്കി. അപ്പോഴും 2 കണ്ണുണ്ട്, 2 ചന്ദ്രനുണ്ട്. ഈ ജാതിയാ. അതേപോലെ ശരീരത്തിൻ്റെ നിഴലിൽ ദ്വാരം. ഇതെന്താ ഇങ്ങനെ? കൈയൊന്ന് പൊന്നിച്ച് നോക്കി. അപ്പോൾ അതൊക്കെ കറക്റ്റാ, ഇതിനൊന്നും കുഴപ്പമില്ല. ശരീരത്തിൻ്റെ ഒത്ത നറുക്കേ അവിടെ ഒരു വലിയ വട്ടം. പ്രകാശം എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടാവോ? അതെങ്ങനെയത്?
നിഴൽ കാണാനില്ല, ആ ഇത്തിരി വട്ടത്തിൽ നല്ല പ്രകാശമാണ്, ബാക്കിയുള്ള നിഴലൊക്കെ കാണാനുണ്ട്. ഇതെന്താ ഇങ്ങനെ? അപ്പം ചെവി പൊത്തി നോക്കിയ സാധാരണഗതിയിൽ ഒരു ഘോഷം ഉണ്ടാവും, അത് പ്രണവം എന്നാ പറയുക, ഓങ്കാരം. ചെവി പൊത്തി നോക്കിയപ്പോൾ ആ മുളൽ കേൾക്കാനില്ല. ഞാൻ മരിച്ചുവോ? സാധാരണ അങ്ങനെയാണ് ഭാഗവതാചാര്യന്മാർ പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ മരിച്ചു എന്നുള്ളത് ഉറപ്പാക്കണച്ചാൽ നിങ്ങൾ തന്നെ ചെവി ഒന്ന് പൊത്തി നോക്കൂ. ഓങ്കാരം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ മരിച്ചിട്ടില്ല. ഓങ്കാരം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ, ഈ മോളിൽ ഹമ്മിങ് ഇല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു. അങ്ങനെ പൊത്തി നോക്കും. പൊത്തി നോക്കിയാലോ ഓങ്കാരം കേൾക്കും. ചെവി തുറന്നു കഴിഞ്ഞാൽ ആചാര്യം ചോദിക്കേ, നിങ്ങൾ മരിച്ചേർക്കണോ? ഇല്ല, ഓങ്കാരം കേൾക്കാണ്ട്. അതെയോ, എന്നാൽ നിങ്ങൾ മരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണ്. കംസൻ ചെവി പൊത്തി നോക്കി നോക്കുമ്പോൾ ഓങ്കാരം കേൾക്കാനില്ല, ശരീരത്തിൽ ജീവൻ പോയിട്ടുമില്ല. ഇതെന്തൊരു അത്ഭുതം അത്. പിന്നെ കാലടിപ്പാട്. സാധാരണഗതിയിൽ കാലടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പാടുണ്ടോ? കംസന്റെ കാലടിപ്പാട് കാണാനില്ല. പ്രേതങ്ങളെ ഇങ്ങനെ ആലിംഗനം ചെയ്യാം. അതേപോലെ വസ്ത്രമില്ല, ദിഗംബരത്വം. ഇതെന്താ ഇങ്ങനെയൊക്കെ വസ്ത്രം കാണാനില്ലല്ലോ. ചെമ്പരത്തിമാലയൊക്കെ ഇട്ടിട്ടെ, ചെമ്പരത്തിമാല ഇട്ടിട്ടൊന്നുമില്ല, പക്ഷേ കാണാണ്ട്, ശരീരത്തിൽ ചെമ്പരത്തിമാല കാണാണ്ട്. കഴുതപ്പുറത്ത് സഞ്ചരിക്കുക, സ്വപ്നം കാണുക കേട്ടോ, ദിവാസ്വപ്നം. മരണസൂചകങ്ങളായിട്ടുള്ള സകല ലക്ഷണങ്ങളും കണ്ട് ഒക്കെ തുറന്നുമിത്താണിനി. മുക്തിക്കുള്ളതല്ല, ഭഗവത് സ്പർശ ലെവലേശല്ല, ഒക്കെ ചീത്തയാ. ഏതായാലും പിറ്റേന്ന് സൂര്യൻ ഉദിച്ചു. കംസൻ ഉറങ്ങിയാലും വേണ്ടില്ല, ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല. ഉറങ്ങിയിട്ടില്ല, കിടന്നിട്ടും കൂടി ഇല്ല. എന്നിട്ട് വേണ്ടേ മല്ലന്മാരെ ചട്ടം കെട്ടി വേഗം അവർ മല്ലരംഗമൊക്കെ സ്വതേ തയ്യാറാണ്. എന്നാലും ഒന്നും കൂടിയൊക്കെ ഒരുക്കി പെരുമ്പറക്കാരെയൊക്കെ വിളിച്ചു. വാദ്യഘോഷങ്ങൾ, അലങ്കാരം, കൊട്ട്, പാട്ട്, പന്തം. രാവിലെയും പന്തം കൊത്തും, രാത്രിയൊന്നും ആവണ്ട, കാരണം ഇതിന് അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് അതുപോലെ സാമന്ത രാജാക്കന്മാരൊക്കെ വേഗം അവിടെ എത്തി തുടങ്ങി. കാരണം ഇതിനൊക്കെ മുന്നേ കൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് അവിടെ. അവരും ഇതേപോലെയൊക്കെ അത് കാണാൻ വേണ്ടി വന്നു. കംസൻ 7 നില മാളികയിൽ അതിൻ്റെ മുകളിലാണ്. അവിടെ ഒരു പ്രത്യേക മഞ്ചം ഉണ്ട്. അവിടെയാണ് കംസന്റെ ഇരിപ്പിടം. ആ സിംഹാസനത്തിൽ അവിടെ ഇരുന്നു. കച്ച കെട്ടിയുള്ള മല്ലന്മാരൊക്കെ യുദ്ധത്തിന് തയ്യാറായിട്ട് ചില ഒരു വട്ടം തേക്കല്, കച്ചക്കെട്ടല്, ചില നടനങ്ങൾ, ചില സ്റ്റെപ്സ്, കൈകൊണ്ടും കാലുകൊണ്ടും പലതും കാണിക്കാറുണ്ട്. ചില ചാട്ടം, ഓട്ടം, നടത്തമൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു, തയ്യാറായി എന്നർത്ഥം. അതാണ് ഒരു വാമപ്പ്. അതിനുശേഷം ഗുരുക്കന്മാരാണ് ഈ മല്ലന്മാർ, മഹാകേവന്മാരാണ്. എന്താണ് പറയുക, മുഷ്ടികൻ ചാണൂരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ മല്ലന്മാരാ. ഒരാൾക്കും അയാൾ ജയിക്കാൻ സാധിക്കില്ല, അവർ ജയിക്കാൻ സാധിക്കില്ല, അങ്ങനത്തെവരാണ്. അപ്പോൾ നന്ദഗോപൻ തൊട്ടുള്ള എല്ലാവരും ഈ യാദവരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ യാദവരല്ല, ഈ അമ്പാടിയിൽ നിന്ന്, ഗോകുലത്തിൽ നിന്നുള്ള അവരൊക്കെ വന്നിട്ടുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അവിടെ പ്രത്യേകം സീറ്റൊക്കെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അതാത് സിംഹാസനങ്ങളിലൊക്കെ ഇരുന്നു. നിറഞ്ഞ സദസ്സാണ്. രാമകൃഷ്ണന്മാർ മല്ലയുദ്ധം കാണാനായിട്ട് രാമകൃഷ്ണന്മാരും അവിടെ എത്തി. അവർ കാഴ്ചക്കാരായിട്ടാണ് വന്നത്. പ്രവേശന കവാടത്തിൽ എത്തിയപ്പോഴാണ് അവിടെ കോലയാപീഠുണ്ട്. ഒത്ത നടുക്കാണ് നിൽക്കണതേ. അപ്പോൾ കൃഷ്ണൻ രാമനും കൂടിയിട്ട് മല്ലയുദ്ധം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പ്രവേശന കവാടത്തിൽ കടക്കാൻ വഴിയില്ല. കോലയാപീഠത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 10,000 ആനയുടെ ശക്തിയുണ്ട്. മതയാനികളുടെ ശക്തിയാണ്. ഒരു ബുദ്ധിയില്ല, വേദന അറിയില്ല എന്നർത്ഥം. അതാണ്. അപ്പം അതുകൊണ്ട് ഈ മതം, അത് കാരണം കൊണ്ട് ഈ മഹാമാത്രം വിചാരിച്ചാൽ മാത്രമേ ഈ ആനയൊന്ന് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അതിക്രൂരനായിട്ടുള്ള പാപ്പാൻ, അതിക്രൂരനായിട്ടുള്ള ആന. അപ്പോൾ ആനയെ ഒന്നിങ്ങനെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് പതിയ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഇതിനൊന്നിങ്ങനെ പ്രേരിപ്പിക്കുക. അങ്ങനെയാണ്. അങ്ങനെ കോലുകൊണ്ട് കുത്തുക, കുന്തം കൊണ്ട് ഇങ്ങനെ ആക്കുക. അതേപോലെ ഒരു സൂത്രങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. തോട്ടി കൊണ്ടൊന്നിങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആജ്ഞ പോലെയാണ്, അത് ചെയ്യും. അപ്പോൾ ആന വരുന്നത് കൃഷ്ണനെ രാമനെ കൊല്ലാനാ. അപ്പോൾ കൃഷ്ണൻ പറയാണ്, ആനക്കാരാ, അമ്പഷ്ട മാർഗം തരൂ എന്നാണ് പറഞ്ഞത്. അതായത് ആനയെ മാറ്റൂ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ, അതിന് ശേഷം ആനയെ ഇവിടെ നിർത്തിക്കോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ നിന്നെയും കൊല്ലും ആനയും കൊല്ലും. മഹാമാത്രം എന്നൊക്കെയാണ് ആനക്കാരൻ്റെ പേര്. അമ്പഷ്ട എന്നാണ് വിളിച്ചത്, ആനപാപ്പാന്ന്. നിന്ദ്യം ആയിട്ടുള്ള ആ പ്രയോഗമാണ് ചെയ്തത്. അപ്പം തന്നെ ആനക്കാരന് ഭയങ്കര ചുണ്ടി വന്നു. അപ്പോൾ ആനയെ ഒന്നും കൂടി കൃഷ്ണനെ നേരിക്കാണ്ട് വിട്ടു. ഈ കൃഷ്ണനെ ആദ്യം കൊന്നിട്ട് മതി രാമനെ കൊല്ലുക, അങ്ങനെയാണ്. അപ്പോൾ കൃഷ്ണൻ മസ്തകത്തിൽ ഒരടിയെ കൊടുത്തു. ഉയരത്തിൽ ഇച്ചിരി വ്യത്യാസമുണ്ടേ. ഭഗവാന്റെ കയ്യിൽ നിന്ന് എത്ര മറിച്ചാൽ നീളം കിട്ടും. ഇവിടെ ചാടിയൊന്നും ഇല്ല കേട്ടോ, കൊടുത്തു മസ്തകത്തിലൊരടി. അതോട് കൂടിയിട്ട് ആന പിന്നാക്കം പോയിട്ട് ഇരിക്കക്കുത്തലാണ്ട് വീണു. വീണ്ടും കൃഷ്ണൻ
ഈ ആന വരട്ടെ വിചാരിച്ച് കാത്തിരിക്കുകയാണ് തല്ലാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ആന ഓടി വന്നു കുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ആനയുടെ നടുക്ക് കൂടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തി കൃഷ്ണൻ. ആന ഇങ്ങനെ എവിടേക്കാ കൃഷ്ണൻ പോണെന്ന് വെച്ചാൽ അവിടേക്ക് തുമ്പി നീട്ടിക്കൊണ്ട് ഇങ്ങനെ കാലങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി മറ്റേ ഇടത്തോട്ട് തിരിയും വലത്തോട്ട് തിരിയും. അപ്പോഴേക്കും വാലുകൊണ്ട് ചില പ്രയോഗങ്ങൾ, തുമ്പി കൊണ്ട് ചില പ്രയോഗങ്ങൾ, കൊമ്പുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ചെവി കൊണ്ട് ഇങ്ങനെ കൂർപ്പിക്കുന്നുണ്ട്, കണ്ണിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രമിച്ചുകൊണ്ട്, പരിഭ്രമല്ല ഈ കിട്ടാത്തതുകൊണ്ടുള്ള ശുണ്ഠി അതിങ്ങനെ ചില ഒച്ചയൊക്കെ ഉണ്ടാക്കേണ്ട ആന അങ്ങനെയൊക്കെയാണ് ചിലതൊക്കെ ചെയ്യും. അങ്ങനെ കൃഷ്ണൻ കണക്കാക്കി ഒന്ന് കുത്തിക്കോട്ടെ. ആനയുടെ തുമ്പിയുടെ ഇടയിൽ കൂടെ മുമ്പിലേക്കിട്ട് വന്നു. അതായത് നടുക്കിലത്തെ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് ഭയങ്കര ശുണ്ഠിയാണ്. അപ്പോൾ അങ്ങനെ തന്നെ വന്നു. അപ്പോൾ ആനയ്ക്ക് പെട്ടെന്ന് പിടിക്കാനും പറ്റിയില്ല. കാരണം കൃഷ്ണൻ ഈ അഷ്ടൈശ്വര്യങ്ങൾക്ക് അധിപനായതുകൊണ്ട് വളരെ വേഗം ഊളിയിട്ട് പോകാനും ഒക്കെ പറ്റും. ആനയുടെ തുമ്പി കൈ അവിടെ എത്തുന്നതിന് മുന്നേ ഇത് ഉറുമ്പ് പോണ പോലെ അല്ലെങ്കിൽ ഈച്ച പോണ പോലെ അങ്ങോട്ട് പോയി. അപ്പോൾ നേരെ മുമ്പിലാ കൃഷ്ണൻ. ബലെ എന്നാ ഇപ്പം തന്നെ കൊടുത്തില്ല കുത്ത്. ആനയുടെ കുത്തിയാണ് ആന അങ്ങനെയാണല്ലോ, കൊമ്പോണ്ട് കുത്തും സാധാരണഗതിയിൽ. നിലത്തോട് കൂടിയിട്ടാണ് കുത്താൻ വിചാരിച്ചവർ ഒറ്റ കുത്താ. അപ്പോൾ ആഞ്ഞു കുത്തി. ഉള്ള ശുണ്ഠി മുഴുവനെ വന്നുള്ള സമയത്താണ് ആഞ്ഞു കുത്തിയപ്പോഴേക്കും കൃഷ്ണൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മുമ്പാകം പോന്നു. അത് ഊർന്നു പോന്നു. അത് പക്ഷെ ആനയ്ക്ക് കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇവിടെ കുത്ത് കഴിഞ്ഞു. കുത്തല് നല്ല നീളമുണ്ട് കൊമ്പേ, നല്ലോണം അങ്ങോട്ട് താണു. അത്രയും ശക്തിയിലാണ് കുത്തിയത്. അപ്പോൾ ഭൂമിദേവി കണക്കാക്കി എൻ്റെ ഭർത്താവിനെ എങ്ങനെ കുത്താൻ നീ ആരടാ എന്ന് വിളിച്ച് കൊമ്പാട് പിടിച്ചു വെച്ചു കുറച്ചു നേരം. ആള് ഉള്ളിൽ പെട്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ആന സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല. ഈ കൊമ്പ് അങ്ങോട്ട് കുത്തി കഴിഞ്ഞാൽ ആനകൾ നിവർന്നു കഴിഞ്ഞാൽ കൊമ്പ് കൊണ്ട് പോരും, അത്രേ പതിയുള്ളൂ. ഇവിടെ ഭൂമിദേവി പിടിച്ചു വെച്ചു. അത് കാരണം കൊമ്പ് എടുക്കാൻ കിട്ടണില്ല. നല്ലോണം വലിച്ചു കേട്ടോ. എത്ര വലിച്ചിട്ടും കൊമ്പ് കിട്ടണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം വേദനയൊക്കെ ആയി തോന്നുന്നുണ്ട്. ഏതായാലും ഭൂമിദേവി വിട്ട സമയത്ത് കൊമ്പ് അങ്ങോട്ട് പറഞ്ഞു പോന്നു. അപ്പോൾ തന്നെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ട്. കൊമ്പ് ഇങ്ങോട്ട് പറഞ്ഞ് ആന തല കൊണ്ട് ഉയർത്തുക. ആ സമയത്ത് കൊടുത്തു ഒരടി കൃഷ്ണൻ ആ മസ്തകത്തിൽ. അത് കഴിഞ്ഞിട്ട് ഈ കൊമ്പ് രണ്ടും കൊണ്ട് പിടിച്ചു. കുഞ്ഞു കൈയാണ്, ചെറിയ കൈ, ആകെ 11 വയസ്സേ ആയിട്ടുള്ളൂ. ഈ കുഞ്ഞു കൈ കൊണ്ട് ആ ആനയുടെ കൊമ്പിൻ്റെ തല അങ്ങോട്ട് പിടിച്ചു. ഈ കാളക്കൂറ്റൻ്റെ കൊമ്പ് പിടിച്ചല്ലോ എന്ന കൂട്ടത്തിൽ, അരിഷ്ടൻ്റെ കൊമ്പ് പിടിച്ചല്ലോ ആ കൂട്ടത്തിൽ. ഇതിപ്പോൾ അതിനെ കശി വലിപ്പുണ്ട്. അപ്പോൾ ആ കൊമ്പോട് പിടിച്ചിട്ട് കാലുകൊണ്ട് ഈ മസ്തകത്തിൽ ഒരു ചവിട്ട്, ആക്കറ്റുള്ള ചവിട്ടാട്ടോ. ഈ 2 കൈ കൊണ്ട് കൊമ്പിട് വലിച്ചിങ്ങോട്ട് പറിച്ചു. കാലുകൊണ്ട് അങ്ങടും കൊമ്പ് ഇങ്ങടും. ആന ഒരു ചിഹ്നം വിളിക്കലുണ്ടായിട്ടുണ്ട്. അതായത് കൊമ്പ് പറഞ്ഞിട്ട് പോന്നേ. ജീവിച്ചിരിക്കുന്ന ആനയുടെ മസ്തകത്തിൽ നിന്ന് കൊമ്പ് ഇങ്ങോട്ട് പോന്നാൽ എത്രത്തോളം ആ ആനയ്ക്ക് വേദനിക്കും. മരണവിപ്രാളം കൊണ്ട് അത് 1ഉം 2ഉം പിണ്ടിട്ടു. പാവം ഇരിക്കക്കുത്തല വീണു, കിടന്നു, ചെരിഞ്ഞു, ചത്തു എന്നർത്ഥം. ആന ചെരിഞ്ഞു എന്നേ പറയാവൂ. ഏതായാലും ആ അസുരന് മുക്തി കിട്ടി, കോലിയാപീഠത്തിന് മുക്തി കിട്ടി. 2 കൊമ്പുണ്ടല്ലോ, ഈ 2 കൊമ്പിൽ 1 ഏട്ടന് കൊടുത്തു. വില്ലൊക്കെ കളഞ്ഞു, അപ്പം തന്നെ കളഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. ഈ കൊമ്പെടുത്തിട്ട് അവിടെ കണ്ട ആനപ്പാപ്പാനെ ആദ്യം തച്ചു വന്നു. പിന്നെ സഹായികളുണ്ട് ആനപ്പാപ്പാന്മാരുടെ, അവരൊക്കെ തച്ചു വന്നു. പിന്നെ ഇതിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ ആനയുടെ ആൾക്കാരാ, ഈ കംസന്റെ ഭൃത്യന്മാരാ, അവരൊക്കെ തച്ചു വന്നു. അങ്ങനെ ക്രമേണ അകത്തേക്ക് പോവുകയാണ്. മല്ലന്മാരുടെ മല്ലയുദ്ധ രംഗമുണ്ട്. അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള മഞ്ചം ഉണ്ട്, അവിടേക്കാണ് പോണത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ മല്ലന്മാരിങ്ങനെ അരിശത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മല്ലന്മാരുടെ ഉള്ളിൽ ഒരു അശനിപാതം ഇങ്ങോട്ട് വീണു. അവരുടെ ഉള്ളിലേക്ക് ഒരു എന്തോ ഒരു തോന്നല്, ഞങ്ങൾ ഇതപ്പം മരിക്കുകയും എന്നുള്ളൊരു തോന്നലുണ്ട് വന്നു. അത് അവരൊട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് കൃഷ്ണനും രാമനും ഇങ്ങനെ വരുമ്പോഴേ കൃഷ്ണൻ രാജാവാണ് വരേണ്ടത് എന്നാണ് അവർക്ക് തോന്നിയത്. മല്ലാനാം അശനി. മല്ലന്മാർക്ക് അശനിപാതമായിട്ടാണ് തോന്നിച്ചാൽ നാട്ടുകാർക്ക് രാജാവാണ്. സ്ത്രീകൾക്ക് ഇത് കാമദേവൻ തന്നെയാണ്. ഇതെൻ്റെ ഭർത്താവായിരുന്നു വെച്ചാൽ എൻ്റെ ഭർത്താവ് തന്നെയാണ്, ഇനിയിപ്പോൾ ആവാനൊന്നുമില്ല, ആണ്. അല്ല, എന്നാലും ശരി, ആണ്. സ്ത്രീകൾക്ക് കാമദേവനായിട്ടുള്ള ഭർത്താവായി. ഗോപന്മാർക്ക് കൂട്ടുകാരെ, പഴയ കൂട്ടുകാരെ. ദുഷ്ടരാജാക്കന്മാർക്ക് ഇത് നല്ലോണം പേടി. ഹന്താവോ എന്നാൽ സന്ധി പറ്റുണ്ടാവില്ല. എന്നാൽ കീഴ്പ്പെടാ ചക്രവർത്തി എന്നുള്ള നിലയ്ക്ക് അവർ പേടിച്ചിട്ട് ആദ്യമേ തന്നെ കപ്പം തന്നോളാം. അങ്ങനെ ദുഷ്ടരാജാക്കന്മാർക്ക്, ദേവകി വസുദേവന്മാർക്ക് സ്വന്തം പുത്രന്മാരെ, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇപ്പം മുല കൊടുക്കുന്നുള്ള എനിക്ക് ആ ദേവകി ഇരിക്കണം. കംസന് ഇത് അന്തകം തന്നെയാണ്.
അതേപോലെ അജ്ഞാനികൾക്ക് ഈ ജ്ഞാനമായിട്ട്, യോഗികൾക്ക് പരമാത്മാവായിട്ട്, യാദവന്മാർക്ക് പരദേവതയായിട്ട്, ഇങ്ങനെ ഓരോരുത്തരും കൃഷ്ണനെ ഓരോരോ തരത്തിൽ കണ്ടുന്നാ. എല്ലാവരും പൂജിച്ചു. പേടിച്ചിട്ടായാലും വേണ്ടില്ല, സ്നേഹിച്ചിട്ടായാലും വേണ്ടില്ല, പുത്രഭാവത്തിലായാലും വേണ്ടില്ല, ഈശ്വരഭാവത്തിലായാലും ഗുരുവായാലും എങ്ങനെ ആയാലും ശരി, അന്തകനായാലും പേടിച്ചു എന്നാലും പൂജിച്ചു എന്നർത്ഥം. എങ്ങനെ പൂജിച്ചു? ഇതാണ് പൂജ, ആ ഭാവമാണ് പൂജ. ഭാവഗ്രാഹി ജനാർദ്ദന. അപ്പോൾ കൊമ്പ് കൊണ്ട് ഈ ആ രണ്ടുപേരുടെയും തോളിൽ ഈ കോലിയാപീഠത്തിൻ്റെ കൊമ്പുണ്ട്. അപ്പോൾ കംസന് മനസ്സിലായി, ഓ ആന ചെരിഞ്ഞു, കോലിയാപീഠം മരിച്ചു, ഇത് മനസ്സിലായി. ഇപ്പോൾ രാമകൃഷ്ണന്മാർ യുദ്ധരംഗത്ത് മല്ലരംഗത്താണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ സൗന്ദര്യം കണ്ടപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഈ കൃഷ്ണൻ ദേവകീ വസുദേവന്മാരുടെ പുത്രനാണ്, നന്ദഗോപ ഗൃഹത്തിൽ വളർന്നു എന്ന് മാത്രമേ ഉള്ളൂ, പൂതന മുതൽ കേശി വരെ ചത്തത് ഈ കൃഷ്ണൻ കാരണമാണ്. പശുക്കളെ നോക്കുക, ഗോപന്മാരെ രക്ഷിക്കുക, ഈ കാളിയനെ അകറ്റുക, നദി ശുദ്ധമാക്കുക, ഇന്ദ്രന്റെ ഗർവ് തീർക്കുക, രാസക്രീഡ ചെയ്യുക, ഇതൊക്കെ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. ആ കൃഷ്ണൻ ഈ യാദവകുലത്തിൻ്റെ അഭിമാനം. കൃഷ്ണനാൽ യാദവരെല്ലാവരും ബലന്മാരായിട്ട് അറിയപ്പെടും. ജ്യേഷ്ഠനായിട്ടുള്ള രാമകൃഷ്ണന്മാർ, അവരാൽ ഈ യാദവകുലം ശ്രേയസ് യശസ്വികളായി തീരും. ഈ രാമനാണ് പ്രലംബനെയും ധേനുകനെയൊക്കെ കൊന്നത്. അപ്പോഴേക്കും അവിടെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാവരും കൃഷ്ണനെ പറ്റിയിട്ട് പല പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അത് വലിയ സ്തുതിയായിട്ട് മാറി. അപ്പോഴേക്കും ഈ ചാണൂരൻ മുഷ്ടികൻ ഇവരൊക്കെ വന്നു, പോരിന് വെല്ലുവിളിച്ചു. രാമകൃഷ്ണന്മാരെ, നിങ്ങൾ മഹാകേമന്മാരാന്ന് കേട്ടു, ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വരൂ, രാജാവ് ഇതാ യുദ്ധം കാണാൻ നിൽക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്, ഇതാ മല്ലരംഗത്തേക്ക് കയറിക്കോളൂ. അപ്പോൾ രാജാവിന് യുദ്ധം കാണാൻ മോഹമുണ്ട്, രാജാവിൻ്റെ പ്രിയം ചെയ്ത് കഴിഞ്ഞാൽ സമ്മാനം കിട്ടും, അതുകൊണ്ട് വരൂ. അനിഷ്ടം ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷയും കിട്ടും, നിങ്ങൾ ഊരിപ്പോണ്ട, നിങ്ങൾ ഊരിപ്പോയി കഴിഞ്ഞാൽ രാജാവ് നിങ്ങളെ ശിക്ഷിക്കും, അതുകൊണ്ട് ഊരിപ്പോണ്ട, വരൂ യുദ്ധത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ പശുപാലനത്തിനിടെ പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള നല്ല യുദ്ധ കളികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാട്ടിൽ പാട്ടാണ്, ഇവർക്കും അതൊക്കെ അറിയില്ല. നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ കളിക്കാം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ പ്രജകളാണ്, യുദ്ധം കാണാൻ വന്നവരാണ്, അല്ലാണ്ട് യുദ്ധം ചെയ്യാൻ വന്നവരല്ല. പിന്നെ നിങ്ങൾ മല്ലന്മാരാണ്, ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങൾ പശുപാലകന്മാരാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല, ഞങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത്, കാണികളായിട്ട് എവിടെയാണ് ഇരിക്കേണ്ടത് വെച്ചാൽ അവിടെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. രാജഹിതം ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ചില ഒരു കാര്യം ചെയ്യാം, വേറെ വല്ല കുട്ടികളുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടികളെ തമ്മിൽ അത് ചെയ്യാം, അതിന് വിരോധമൊന്നുമില്ല കേട്ടോ, അതൊരു രസമാവും. ശക്തന്മാരും ദുർബലരും തമ്മിലുള്ള യുദ്ധം അത്ര രസം ഉണ്ടാവില്ല, കാണികൾക്കും അത് അത്ര ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ അധർമ്മം ബാധിക്കില്ലേ, യുദ്ധത്തിൽ ഒരു നീതി ഉണ്ട്, ചിലപ്പോൾ മരണം വരെ എന്നൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞങ്ങളെ അങ്ങനെ അല്ല, അത് ശരിയല്ലെന്ന് തോന്നുന്നില്ല. അപ്പോൾ ചാണൂരൻ പറഞ്ഞു, കോലിയാപീഠത്തിനെ കൊന്നവനല്ലേ നിങ്ങൾ ശക്തൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബലരാമനും ശക്തനാണ്, പാർഷ്ണേയ എന്ന് പ്രത്യേകം വിളിച്ചു, വസുദേവപുത്ര എന്ന്. അപ്പം അറിഞ്ഞിട്ടാവും വന്നിട്ടുണ്ട്, നന്ദഗോപൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പാവം. നീ എന്നോട് യുദ്ധം ചെയ്യൂ, രാമനും മുഷ്ടികനോട് യുദ്ധം ചെയ്യട്ടെ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ദ്വന്ദ്വയുദ്ധം തുടങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല എന്നും, അതേപോലെ തന്നെ ദ്വന്ദ്വയുദ്ധം നല്ല ശീലമുണ്ട് എന്നുള്ളത് കൃഷ്ണൻ ജനങ്ങളെ മുഴുവൻ കാണിച്ചു. ജനങ്ങൾക്ക് പലർക്കും ഇഷ്ടമായില്ല കേട്ടോ, കാരണം ഇങ്ങനൊരു യുദ്ധം അവർ പ്രതീക്ഷിച്ചില്ല. ഈ ചെറിയ കുട്ടികളെ എന്തൊരു കൗതുകാനുശയില്ല, അവരോട് യുദ്ധം ചെയ്യാൻ സാധിക്കുമോ? പക്ഷെ കൃഷ്ണൻ അതൊന്നുമല്ല, കണ്ടോട്ടെ എല്ലാവരും വിചാരിച്ചിട്ട് എന്നാ വരൂ എന്ന നിലയ്ക്ക് അവിടെ ചെന്നു. ആദ്യമൊക്കെ നല്ലോണം കളിപ്പിച്ചു, പിന്നെ കൈകൊണ്ട് പിടുത്തം, കാലുകൊണ്ട് ചവിട്ട്, മറ്റേ വലിച്ചിടൽ, മറ്റേ ആലിംഗനം ചെയ്യൽ, പിടിക്കൽ, വിടൽ, അടി, ഇടി, തടുക്കൽ, പൊരിഞ്ഞ യുദ്ധം. ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക രീതിയൊക്കെ ഉണ്ട്, അത് യോദ്ധാക്കൾക്ക് നല്ലോണം മനസ്സിലാവും. അവരുടെ ഈ യോദ്ധാക്കൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക, അതേപോലെ തന്നെ ഈ അടിയായാലും പിടിക്കലായാലും വിടലായാലും മറ്റേ മറിച്ചിടലായാലും ഒക്കെ ചെയ്തു. അവർക്കും സന്തോഷമായിട്ടോ, കാരണം ഒത്ത എതിരാളിയാണ്, വലിപ്പം കൊണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ, സൗന്ദര്യം കൊണ്ടും വലിയ വ്യത്യാസമുണ്ട്, ബാക്കിയുള്ളതൊക്കെ പ്രായം കൊണ്ട് വ്യത്യാസമുണ്ട്, അങ്ങനല്ലേ. പക്ഷേ യുദ്ധരീതിയൊക്കെ വളരെ ഗംഭീര. യുദ്ധം കണ്ട പലർക്കും വല്ലാത്ത വിഷമായി. ബാലന്മാരായിട്ടുള്ള ഈ കുട്ടികൾ, വജ്രശരീരികളായിട്ടുള്ള മല്ലന്മാർ, ഇങ്ങനൊരു യുദ്ധം, ഇത് അധർമ്മ യുദ്ധമാണ്, ഇത് കംസനെ ശിക്ഷിക്കുക വേണ്ട.
എന്നാൽ നമുക്ക് കാണണ്ട പോവാ, പാപം വരും എന്നൊക്കെ പറഞ്ഞ് ചിലവർ പോകാൻ തോന്നി. അപ്പോൾ പോണ്ട നിങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നോളി എന്ന് കൃഷ്ണനും അതേപോലെ കൃഷ്ണൻ നെറ്റിയിലെ വിയർപ്പൊക്കെ ഒന്ന് തുടയ്ക്കണതായിട്ട് അഭിനയിച്ചു. അതൊക്കെ ഒരു രസമാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല മഞ്ഞുതുള്ളി പോലെ നല്ല ഭംഗിയുണ്ട്, നീല മുത്തുകൾ. രാമൻ്റെ മുഖത്ത് കുറച്ച് ക്രോധമാണ് ഉണ്ടായത്. അവിടെ ഇതുപോലുള്ള ഹാസല്ല. മാത്രമല്ല നിന്നെ ഞാൻ ഇപ്പം കൊന്നോളാം എന്നുള്ള തീരുമാനത്തിൽ രാമനെത്തി. രണ്ടുപേരെയും മറ്റേ കൊന്നു. അതേപോലെ 8 മല്ലന്മാരുണ്ട്. ഈ 8 മല്ലന്മാരെയും ഇതേപോലെ കൊല്ലുകയാണ്. ഈ നന്ദഗോകുലം മുഴുവൻ ഇവരാൽ ധന്യന്മാർ തന്നെയാണ്. എല്ലാവരും പറയാം ഓരോരുത്തരെ, ഭഗവാൻ കൃഷ്ണൻ നടന്നുള്ള സ്ഥലങ്ങൾ, കൃഷ്ണനെ നിത്യം കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. ഗൃഹജോലികൾ ചെയ്യുന്ന ഗോപികൾ, അനവധി കൃഷ്ണകഥകൾ പാടുന്ന ആ രംഗത്തേക്ക് ഇവർ പറയണു. കൃഷ്ണനെ കണ്ടിട്ട് സച്ചിദാനന്ദത്തെ അനുഭവിക്കുന്നു. കാലത്തും വൈകിട്ടും കൃഷ്ണനെ കാണാനുള്ള ഭാഗ്യം ആ സ്ത്രീകൾക്ക് കിട്ടിയല്ലോ. സ്ത്രീകൾ ഇങ്ങനെ പറയുക കൃഷ്ണനെ കുറിച്ചിട്ടേ, ഇപ്പോൾ നന്ദഗൃഹത്തിൽ നമുക്ക് താമസിക്കാൻ പറ്റിയില്ലല്ലോ. ഇങ്ങനെ പല സ്തുതികളും കൃഷ്ണനെ പറ്റി ഇങ്ങനെ പറയുന്നിടയ്ക്ക് ഈ മല്ലന്മാരൊക്കെ വധിക്കപ്പെട്ടു. ചാണൂരനെ കൃഷ്ണനാണ് കൊന്നത്. മുഷ്ടികനെ ഈ ബലരാമനെ വധിച്ചു. പിന്നെ ശലൻ, തോശലകൻ, കൂടൻ, ഇങ്ങനെയുള്ള 8 പേരുണ്ട്. അവരെ മുഴുവൻ 2 പേരും വധിച്ചു. രാമകൃഷ്ണന്മാരെ ഈ ജയിക്കാൻ ആർക്കും സാധിച്ചില്ല എന്ന് മനസ്സിലായപ്പോൾ കംസൻ അവിടെ മുകളിലിരുന്നിട്ട് കൃഷ്ണനെയും രാമനെയും കെട്ടിയിടൂ, അല്ലെങ്കിൽ നാട് കടത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കെട്ടിയിട്ടിട്ട് നാട് കടത്തൂ. ഇത് ആജ്ഞാശക്തിയും പാരമുണ്ട്, പക്ഷേ ആജ്ഞാപിച്ചതൊന്നും നടക്കയില്ല. ഇങ്ങനെയുള്ള രീതിയിൽ കൃഷ്ണൻ പലതും ജൽപ്പനങ്ങൾ ചെയ്തു. വാദ്യഘോഷങ്ങളൊക്കെ നിർത്താൻ പറഞ്ഞു. എന്ത് നിർത്തണേ? കൃഷ്ണൻ പറഞ്ഞു കൊട്ടിക്കോളൂ, ഇപ്പം ശരിയാക്കാം. അപ്പോൾ വസുദേവനെയും ഉഗ്രസേവനെയൊക്കെ കൊല്ലു എന്നൊക്കെ ആജ്ഞ കൊടുത്തു. നന്ദഗോപനെ തുറുങ്കിലടയ്ക്കൂ. ഗോപന്മാരുടെ സ്വത്തൊക്കെ കണ്ടുകെട്ടു. കൃഷ്ണൻ ഇതൊക്കെ നല്ലോണം കേട്ടു കേട്ടോ. ഇതൊക്കെ അങ്ങനെ ജൽപ്പനങ്ങൾ ഇങ്ങനെ കേട്ടപ്പോഴേ എന്നപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ ഒരൊറ്റ ചാട്ടം മുകളിലേക്ക്. അപ്പോഴേക്കും ഇവിടെ ഈ മല്ലന്മാരെ ശിഷ്യന്മാർ അവരൊക്കെ വധിക്കപ്പെട്ടു കേട്ടോ. ഈ സ്തുതിയും ഈ ആജ്ഞയും ഇതൊക്കെ ജനങ്ങളിങ്ങനെ കേട്ട് ആകെ തന്നെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ മരണം ഒരുപാട് കഴിഞ്ഞിറക്കണം. ഒരു ചാട്ടം മുകളിലേക്ക് 7 നില മാറിയുടെ മുകളിലേക്ക് എത്തി. അപ്പോൾ കൃഷ്ണൻ വരുന്ന കണ്ടപ്പോൾ കംസൻ അവിടെ നിന്ന് മെല്ലെ മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കണതിൻ്റെ മുന്നേ കംസൻ്റെ മേലേക്ക് കൃഷ്ണൻ എത്തി. അപ്പോൾ കംസൻ വാളെടുത്തു. വാളുണ്ട്, കൈ പിടിച്ചാൽ നിൽക്കണേ. കൃഷ്ണനെ വാള ആദ്യം തട്ടി തെറിപ്പിച്ചു. അപ്പോൾ പിന്നെ വെറും മൽപ്പിടുത്തം മാത്രമേ നിവൃത്തിയുള്ളൂ. കംസനെ മൽപ്പിടുത്തത്തിൽ അതിൽ ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ മുഴുവൻ അവിടെ പാലിച്ചു. അങ്ങോട്ട് ഒതുക്കി എന്നർത്ഥം. കംസൻ്റെ കൈ പൊക്കാൻ പറ്റാത്ത രീതിയിലാണ്ട് ഒതുക്കി. എന്നിട്ട് ഒരൊറ്റ തള്ള ആ മാളികയുടെ മുകളിൽ നിന്ന് ഈ മല്ലയുദ്ധത്തിൻ്റെ മഞ്ചൽ ഉണ്ടല്ലോ, അതൊക്കെയാണ് 7 നില മാളികയുടെ മുകളിൽ തള്ളിയിട്ടു. ഭയങ്കര ശരീരമാണ്, വലിയ ശരീരമാണ്. അപ്പോൾ അതിങ്ങോട്ട് വന്ന് വീണാലേ എല്ലൊക്കെ നുറുങ്ങില്ലേ. വന്നിങ്ങോട്ട് വീണു. 7 നിലയാണ് ആ കൊട്ടാരത്തിന്. അതിൻ്റെ വേദനയാണ് വീണത്. അത്യാവശ്യം നല്ല വേദനിക്കല്ല, എല്ലൊക്കെ മുറിഞ്ഞു. കംസൻ താഴേക്ക് ഇങ്ങനെ വന്നു. ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ കണ്ട് മൃദുവാക്കി. ഈ അണിമാതി അഷ്ടൈശ്വര്യങ്ങളുണ്ട്. അപ്പോൾ ചെറുതാവാനും പറ്റും, അതേപോലെ തന്നെ കനം കുറയ്ക്കാനും പറ്റും. കനം കുറച്ച് ഒരു തൂവൽ എങ്ങനെയാ വന്ന് വീഴുക, അതേപോലെ അങ്ങോട്ട് വന്ന് ഈ കംസൻ്റെ അടുത്താണ്ട് എത്തുമ്പോൾ ചെറിയൊരു മാറ്റം വരുത്തി. ഈ തൂവലിൻ്റെ കനമുള്ള ആള് ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ കനം അതിലാണ് ചേർത്തു. ഈ ഭഗവാന്റെ ശരീരത്തിലെ ബ്രഹ്മാണ്ടത്തിന് എത്ര വെയിറ്റ് ഉണ്ടോ അതിൽ പർവ്വതങ്ങൾ കുറേ ഉണ്ട്. മേരു ഹിമവാൻ തൊട്ടുള്ള പർവ്വതങ്ങൾ ധാരാളമുണ്ട്. ആ വെയിറ്റ് മുഴുവനെ ഈ കംസന്റെ മേലെ അങ്ങോട്ട് പ്രയോഗിച്ചു. കംസൻ നല്ലോണം ഒന്ന് കണ്ണ് തുറച്ചു മാറത്താ വന്ന് വീണത് കൃഷ്ണനെ. ബാക്കിയുള്ളവർക്കൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഉണ്ണി വന്നിട്ട് വീണു. കംസന്റെ ഈ മാറ് ആ വക്ഷസുണ്ടല്ലോ, അത് തവിട്ട് പൊടിയായി ഉള്ളിലേ. പുറമെ തൊലിയൊന്നും പൊടിഞ്ഞില്ല കേട്ടോ, ചോരയൊന്നും പുറത്തേക്ക് വന്നില്ല. പക്ഷേ ഇത് അകം മുഴുവൻ കലക്കി. അകം മുഴുവൻ അങ്ങോട്ട് കലക്കി, ഒന്നും പറയില്ല, അങ്ങോട്ടായി. പക്ഷെ കംസൻ ആ സമയത്ത് നല്ലോണം ഒന്ന് നോക്കിയിട്ട് നല്ലോണം നോക്കി. അപ്പോൾ കൃഷ്ണനെ നല്ലോണം കണ്ടു. കൃഷ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയമാണല്ലോ, ഇവിടെ ഭാവം ഭയല്ലേ. ഈ മരിക്കാനുള്ള സമയമായിരുന്നു. സദാസമയത്തും കൃഷ്ണനെ സ്മരിക്കുന്നുണ്ട്, പക്ഷേ ഭയമാണെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിലെ വികാരം അതാണ്. ഏതായാലും നല്ലോണം കണ്ടു. കൃഷ്ണനെ കണ്ടുകൊണ്ട് അങ്ങോട്ട് മരിച്ചു. കൃഷ്ണൻ്റെ ഈ ഭാരം അത് മരണ കാരണമായി തീർന്നു. സമ്മതമായില്ലേ ചോദിച്ചു എന്നാ കൃഷ്ണൻ. എന്താ സമ്മതം? 16 കലകളോട് കൂടിയിട്ട് വരണം എന്നല്ലേ പറഞ്ഞത്?
16 കലകൾ മുഴുവൻ ഈ ബ്രഹ്മാണ്ടത്തിലുള്ളതാണ്. അപ്പോൾ ആ ഭാരം മുഴുവൻ ഞാൻ എന്താ ഇപ്പോൾ തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓ മനസ്സിലായി. ഇനി വല്ലതും ഇനി ഒന്നും വേണ്ട. ഇങ്ങനെ ഒരു ചോദ്യോത്തരം അവിടെ കണ്ണുകൊണ്ട് ഒരു സംവാദം ഉണ്ടായി എന്നാണ്. ഏതായാലും ആ സംവാദം കേട്ടു, അനുഗ്രഹിച്ചു. അങ്ങനെ കംസന് മുക്തി കൊടുത്തു. അതേപോലെ കംസന്റെ മറ്റേ അനുജന്മാർ 8 ആളുണ്ട്. ഈ 8 പേരെയും ബലരാമൻ കൊന്നു. അങ്ങനെ കംസമുക്തി കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ വല്ലാത്തൊരു അത്ഭുതത്തോട് കൂടിയിട്ടിരിക്കുക. ആകാശത്തിൽ പുഷ്പവൃഷ്ടി, ബ്രഹ്മാവ്, ശിവൻ അവരൊക്കെ ഇങ്ങനെ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവന്മാര്, ഗന്ധർവന്മാര് അതുപോലെ പാട്ടുപാടി, മറ്റേ സ്തുതി അപ്സരസ്സുകൾ നൃത്തം ചെയ്തു. കൊട്ടും പാട്ടും വാദ്യവും സകലതും. അങ്ങനെ കംസന്റെ ഈ ഭാര്യമാര് എല്ലാവരും കൂടിയിട്ട് വന്നു. കംസൻ മരിച്ചത് വല്ലാത്ത സങ്കടമായി അവർക്ക്. അങ്ങ് ചെയ്തതായിട്ട് തെറ്റ് കാരണം കൊണ്ടാണല്ലോ കൃഷ്ണൻ ഇങ്ങനെ വധിച്ചത്. ഞങ്ങൾക്ക് മറ്റേ ഭർത്താവില്ലാണ്ടായില്ലോ. ഈ ജരാസന്ധന്റെ മക്കളാണ് അസ്ഥിപ്രാപ്തി 2 പേര്. അവരാണ് ഇങ്ങനെ വന്നിട്ട് കരയണത്. അപ്പോൾ ഭഗവാൻ തന്നെ അവരെ ആശ്വസിപ്പിച്ചു എന്ന്. കംസന്റെ ഭാര്യമാരെ ഭഗവാൻ തന്നെ ആശ്വസിപ്പിച്ചു. മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു. അതേപോലെ ഉഗ്രസേനെ, വസുദേവരെ ഒക്കെ മോചിപ്പിച്ചു. അച്ഛനമ്മമാരുടെ കാൽക്കൽ വീണു നമസ്കരിച്ചു. അവരെ കുട്ടികളെ ഈശ്വരന്മാരായിട്ട് കണ്ടു. അതേപോലെ പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും ഈശ്വരഭാവത്തിലും എല്ലാവരും കൃഷ്ണനെയും രാമനെയും കണ്ടു. കംസവധം കഴിഞ്ഞോട് കൂടിയിട്ട് കൃഷ്ണൻ ഈശ്വരനായി. പിന്നീട് കൃഷ്ണന്റെ ഒരു മായ കാരണം കൊണ്ടാണ് വീണ്ടും കൃഷ്ണനായിട്ട് അവിടെ സകല സ്വരൂപത്തിൽ നടന്നത് എന്ന് സാരം. അപ്പം അതിനുശേഷം ഈ അച്ഛനമ്മമാരെ നമസ്കരിക്കലും ഉഗ്രസേനെ രാജാവാക്കൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ, പിന്നെ വിദ്യാഭ്യാസം, ഗുരുദക്ഷിണ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അടുത്ത അധ്യായത്തിലാണ്. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.